2022 പുറത്തിറങ്ങിയ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമ പറഞ്ഞത് മോട്ടോർ വാഹന അപകട ഇൻഷുറൻസിന്റെ തട്ടിപ്പ് കഥയാണ്. മുകുന്ദനുണ്ണി എന്ന അഭിഭാഷകനാണ് അതിൽ തട്ടിപ്പിന്റെ സൂത്രധാരൻ. പോലീസ് ഉദ്യോഗസ്ഥനും ആശുപത്രി ജീവനക്കാരും ഇൻഷുറൻസ് കമ്പനി പ്രതിനിധികളുമൊക്കെ തട്ടിപ്പിന് സഹായം ചെയ്യുന്നുണ്ട്. തലസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള ഇൻഷുറൻസ് തട്ടിപ്പിന്റെ മുഖ്യ കണ്ണി കാട്ടാക്കട സ്വദേശി അഡ്വക്കേറ്റ് സതീഷ് കുമാർ എന്നാണ് പരാതി. അയാളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കേസിൽ പ്രതികളാണ്. അഡ്വക്കേറ്റ് കാട്ടാക്കട സതീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇൻഷുറൻസ് തട്ടിപ്പെന്നാണ് പരാതി. സതീഷ് കുമാറിന്റെ പേരിലുള്ള വാഹനം ഒന്നിലേറെ കേസുകളിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇയാളുടെ അടുത്ത ബന്ധുക്കളും അവരുടെ വാഹനങ്ങളും കേസുകളുടെ ഭാഗമാണ്. സതീഷ് കുമാറിന്റെ ജ്യേഷ്ഠൻ വിജയകുമാറിന്റെ മകൻ പ്രതിയായ 502/17 നമ്പർ കേസിൽ ഉപയോഗിച്ചത് സതീഷിന്റെ വാഹനം. എന്നാൽ തട്ടിപ്പിനെ പറ്റി അറിയില്ലെന്നും സീനിയർ അഭിഭാഷകൻ കൈകാര്യം ചെയ്ത കേസുകൾ തന്റെ പേരിലായതാണെന്നും സതീഷ് കുമാർ. എന്റെ കേസല്ല അതെല്ലാം എന്റെ കേസൊന്നുമല്ല. ഞാൻ വാദിയായിട്ട് ഫയൽ ചെയ്തിട്ടുള്ള ഒരു കേസ് അത് അവൻ 80% ഡിസബിലിറ്റിയിൽ ബെഡ്രിഡൻ ആണ്. എന്റെ ഓഫീസിലിരുന്ന സീനിയർ അഭിഭാഷകനാണ്. 80-84 വയസ്സായിട്ടുള്ള അഡ്വക്കേറ്റാണ്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് എന്നിൽ വക്കാലത്ത് വരുന്നത്. പക്ഷേ വക്കാലത്ത് വന്നത് ഏകദേശം എല്ലാ കേസും നമുക്ക് തോന്നിയിട്ടുള്ള കേസുകൾ വാദി പ്രതികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്ത് സെറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. വിപിൻ കുമാറിന്റെ അച്ഛൻ വിജയകുമാർ പ്രതിയായി 7 വാദിയായി ഒരു കേസുമുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല കേസുകളിലെ കുടുംബ ബന്ധം. വിജയകുമാറിന്റെ മകൾ വിജിയുടെ ഭർത്താവ് വിജോയ് എന്നിവർ വാദിയും പ്രതിയുമായൊക്കെ കേസുകളുണ്ട്. വിജിയുടെ കാറും വിജോയുടെ ബൈക്കുമൊക്കെ അപകടമുണ്ടാക്കിയ വാഹനങ്ങളായി രേഖകൾ മാറി. കുറ്റിച്ചേർ സ്വദേശി പൊന്നയ്യന്റെ മകൻ അശോകൻ പ്രതിയായി 4 കേസുകളും പരാതിക്കാരനായി ഒരു കേസുമുണ്ട്. അശോകന്റെ ഭാര്യ ബിന്ദുവാണ് മറ്റൊരു കേസിലെ പരാതിക്കാരി. അമ്പൂരി സ്വദേശി ഷീബയുടെ പേരിലുമുണ്ട് വാദിയായി 5 കേസുകൾ. വെള്ളനാട് സ്വദേശി ഹാരിസിന്റെ മകൻ അരുൺകുമാറാണ് മറ്റൊരു പ്രധാനി. പല കേസുകളിലും വാദിയായും പ്രതിയായും വാഹനോടമയായും ഒക്കെ അരുൺകുമാറിനെ കാണാം. പല കേസുകളിലെയും പ്രതികൾക്ക് ഒന്നിലധികം പേരുകളുണ്ട്. ഒരാളുടെ പേരിലുള്ള മെഡിക്കൽ രേഖകൾ മറ്റൊരാളുടെ പേരിലാക്കി ആൾമാറാട്ടം നടത്തിയും തട്ടിപ്പ് നടന്നതായി ഹർജിയിൽ ആരോപിക്കുന്നു. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.